എവിടെയൊക്കെ പോകണം നമ്മൾ? രാവിലെ മുതൽ വാട്ട് എ വ്യൂ. നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ട്രെയിൻ റൈഡ് പിടിക്കാം. നമ്മളിപ്പോ എവിടെയുള്ളേ? നമ്മളിപ്പോ ഉള്ളത് കൊളറാഡോ. മഞ്ഞ് കാണാൻ വന്നിരിക്കുകയാണ്. മഞ്ഞ് കാണാൻ വരുന്നത് ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു അല്ലേ എന്റെ? ഷമറി അല്ലേ? ഷമറി ഇങ്ങനെ മഞ്ഞ് കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം ഭയങ്കര റഷ് ആയിരുന്നു, നമുക്ക് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചെറിയ ചെറിയ ഫോട്ടോസ് വീഡിയോസ് അതിലായിട്ട്. പക്ഷേ ഞങ്ങൾ വ്ളോഗ് ഒന്നും എടുത്തില്ല. സോ ഇന്ന് വിചാരിച്ചു ഇന്ന് തൊട്ടിട്ടൊരു കുഞ്ഞു വ്ളോഗ് എടുക്കാം. സോ ഇറ്റ്സ് day 1, no day 2 in Colorado. So let's enjoy. നമുക്ക് കുറച്ച് വീഡിയോസ് ഷോർട്സ് കാണാം. ഓക്കെ ബൈ 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 ബൈ. അപ്പാർട്ട്മെന്റ്സ് ആണ് അതൊക്കെ. ഹോട്ടൽസ് ഇവിടെ കുന്നിന്റെ മുകളിലൊക്കെ ഒരു വീടുകൾ. നമ്മളാ റൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ളതില്ലേ, അത് കണ്ടില്ലേ നീ? കുന്നിന്റെ മുകളിൽ തട്ടായിട്ട് വീടുകൾ. എന്തായിരിക്കും ഇത് വ്യൂ? അതും അവിടെ പോയി നോക്കാം. ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടെയൊക്കെ കാണാൻ? ആ ഇവിടെ നിർത്തോ. ഒട്ടും വെയിറ്റ് ഇല്ലല്ലേ? Nice. Look at the view, guys. പുക. ഇങ്ങനത്തെ ഇംഗ്ലീഷ് മൂവീസിലും അതുപോലെ കാർട്ടൂൺസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നല്ല രസമുണ്ട്. ഷോ എല്ലാവരും ലൈഫിൽ വൺസ് സ്നോ കാണണം. എവിടെയാണെങ്കിലും, ഇവിടെ തന്നെ ആവണമെന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും സ്നോ ഈസ് അനദർ ഫീലിംഗ്. സ്നോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നിങ്ങളായിരിക്കും. സൂപ്പർ. സി നോക്ക്, പ്രകൃതിയുടെ ഓരോ വികൃതികളല്ലേ. ഇതൊന്നും മാൻമെയ്ഡഡ് അല്ലല്ലോ. ആര് ബേബിത്? വലിയ ആളാണല്ലേ നീ? വലിയ ആളുടെ കൂടെ ഇരിക്കണേ. ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓ, അവിടെ ഇരിക്കാൻ പറ്റിയത് നിന്റെ ഭയങ്കര ഭാഗ്യം. ഇതെവിടെയാണ്? കൊളറാഡോ സിറ്റി മാർക്കറ്റ്. ആണോ? ഓക്കെ, എന്നാ വാ പെറ്റ് ബുട്ടീക്കിലേക്ക് പോവാം. ഇവിടെ അങ്ങനെ ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ലുലു ലെമൺ ഉണ്ട്, ക്രോസ് ബാർ. ഐ തിങ്ക് സോ. നോ, വലിക്ക്, ഇങ്ങോട്ട് വലിക്ക്. ഗുഡ്. ടോപ്പി ബോയ് ആണ് ചെറുത്.
കൊള്ളാം. എന്തത് നമ്മളെ നാട്ടില് ചലങ്ക പോലെ രാത്രിയിലൊക്കെ രാത്രിയിൽ ഊരി കേട്ടോ. അങ്ങനെ നമ്മള് ടോപ്പിക്ക് മേടിച്ചല്ലേ. ഇല്ലെങ്കിൽ ടോയ് നമ്മളെ കൊല്ലും. ആളെ റേറ്റ് ആണ് അതിൻ്റെ ഉള്ളില്, ആളിടുന്ന റേറ്റ് ആണ്. ആ ബട്ട് നമ്മള് അങ്ങനെ പോയി വരുമ്പോ എന്തെങ്കിലും അവന് മേടിച്ചോണ്ടാവണ്ടേ, അവൻ നമ്മുടെ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൻ പിണങ്ങും. അവന് നമ്മൾ പെറ്റ് ഹോസ്റ്റലിലാക്കിയിട്ടാണ് വന്നേക്കണേ. ഹീ സേഫ്, പക്ഷെ നല്ല മിസ് ചെയ്യുന്നുണ്ടല്ലോ അവന്. ഇങ്ങനെ ഇത്ര തവണ അവൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അവന് ഓക്കെ ആവുമായിരിക്കും, പക്ഷെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ. പക്ഷെ ഒരു എപ്പോഴേലും അവനെ ചെയ്യിപ്പിക്കണം. യെസ്, ചെയ്യിപ്പിക്കണം. അതിനെന്താ പറയുക, ബൈ റോഡ് കൊണ്ടുപോകണം. അതിനെന്താ പറയുക, ഈ ഫ്ലൈറ്റില് അവൻ 21 LB 21 pounds 21 LB എന്ന് പറഞ്ഞാല് 10 kg നാട്ടിൽ. അതിന് ക്യാബിന്റെ ഉള്ളിൽ കയറില്ല. അപ്പൊ ഒരു കാർഗോ ആക്കിയിട്ടേ കൊണ്ടുവരുള്ളൂ. അത് നമുക്കും ബുദ്ധിമുട്ടാണ്, അവനും ബുദ്ധിമുട്ടാവും. സോ നമ്മൾ വിചാരിച്ചു അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ട, റോഡ് ത്രൂ അവനെ എവിടേക്കെങ്കിലും എടുത്ത് പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. ഇപ്പൊ അവൻ ഓക്കെയാണ്, സേഫാണ്. നല്ല രസമുണ്ട് അല്ലേ? മറ്റേ സിറ്റിയൊക്കെ എന്ത് വൃത്തിയും എന്ത് ഭംഗിയാ. ഇവന് ഭയങ്കര തണവാണ്. എനിക്ക് അത്ര തണവുണ്ടെങ്കിലും ഞാൻ ഓക്കെ. ഇപ്പൊ ഞാൻ കവർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം അല്ലേ. ഇവിടെ ഫുള്ള് എല്ലാവരും മറ്റേ ഐസ് സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുവായിരുന്നു. ആൾക്കാർ പോകുന്നത് കാണുന്നില്ലേ ആ സാധനം കൊണ്ട് അല്ലേ. നമുക്കതിനെപ്പറ്റി ABCD അറിയാൻ പാടില്ല. ട്രൈ ചെയ്യാം, ഇവിടെ ക്ലാസ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് നമുക്ക് പിള്ളേരെ കൈ കഴിഞ്ഞിട്ട് നമുക്ക് അവരെയൊക്കെ കൊണ്ടുവരാം. കുഞ്ഞു പിള്ളേര് വരെ കയറി പോകുന്നു, 2, 3, 4 വയസ്സുള്ളവര് വരെ. ഒന്ന് നാണക്കേട്ടല്ലേ. പക്ഷെ ആദ്യം ഇതൊക്കെ ഒന്ന് കാണട്ടെ, കണ്ടിട്ട് ഈ വഴിയാണോ വന്നാ ഇനി നമുക്ക് പോവാല്ലേ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ. സേ ബൈ 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 ബൈ. ശമറി വെയില് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്യണത് ഫുൾ ഐസിൽ കൂടിയാണ്. അതെ,
നമ്മള് ലെഡ്വില്ലേ റൈറ്റ്? ഈ ട്രെയിനിലല്ലേ നമ്മള് പോണ്? കൊളറാഡോ സൗത്തേൺ റെയിൽ, അതാണ് ഇതിന്റെ പേര്. നമ്മളിവിടെ എത്തി. നമുക്ക് ഇതില് 2 മണിക്കൂർ റൈഡ് ഉണ്ടല്ലേ? ഇപ്പൊ സമയം എത്രയാ? ഇപ്പൊ 12:45, 1:30. നമുക്ക് ടൈം ഉണ്ട്. നമുക്ക് ഇവിടേക്ക് ഒന്ന് ചുറ്റി കാണാം അല്ലേ? അങ്ങോട്ട് നോക്ക്. അവരുടെ നമ്മൾ ഈ ട്രെയിനിൽ കയറാൻ പോവാണ് അല്ലേ? ഇത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? മൈനിങ്ങിന് ഇൻകോർപ്പറേറ്റ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. വേൾഡിലെ ലാർജസ്റ്റ് സിൽവർ മൈനിങ് നടക്കുന്നത് ഇവിടെയാണ്. സോ നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോൾ, ഇപ്പൊ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ ആ മൈനിങ് നടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. എന്ത് ചെയ്യാ ഗൈസ്, ഞാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അറിയത്തില്ല. നല്ല തണുത്തിട്ട് വയ്യ ഗൈസ്. ഇവിടെയാണ് ട്രെയിനിൽ നിന്ന് ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എന്തപ്പോ വന്നേ? നമ്മളെന്താ ഓർഡർ ചെയ്തേ? നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു, പെപ്പറോണി പിസ്സ ഓർഡർ ചെയ്തു. ഞാനൊരു ചീസ് ബർഗർ ഓർഡർ ചെയ്തു. ഒരു ലെമണൈഡ് ഉണ്ട് കയ്യിൽ. ഞാൻ പിന്നെ ഒരു ചെറിയൊരു മാർഗരീറ്റ ഓർഡർ ചെയ്തു. നമ്മള് ഇത് ട്രെയിനിന്റെ പുറത്ത് നിന്ന് കാണാനുള്ള ഒരു ഡെക്കാണ്. സോ ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ്. ഹാപ്പി എങ്ങനെയുണ്ടായിരുന്നു ബേബി റൈഡ്? എങ്ങനെയുണ്ടായിരുന്നു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വ്യൂ ഉണ്ട് കാണാൻ. ഈ സൈഡിലെ വ്യൂ അല്ലേ? പക്ഷേ എനിക്ക് ഈ സൈഡ് ഇഷ്ടപ്പെട്ടു. ഈ സൈഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ആ സൈഡിനേക്കാം. ഇതിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മൃഗങ്ങളുടെ ഒക്കെ കാൽപ്പാടുകൾ ഉണ്ടാവും. അതാ നമ്മൾ ലെഡ്വില്ലേനോട് യാത്ര പറയുകയാണ് ഗൈസ്. ബാക്ക് ടു ഹോട്ടൽ. ഓൾമോസ്റ്റ് 4 ആയി. ഹോട്ടലിൽ കൂടെ ഒരു 1 hour 5 ഇൻ ബിറ്റ്വീൻ കുറേ നല്ല പ്ലേസസ് ഉണ്ട്. കാണുവാണെങ്കിൽ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മണ്ണിൽ കളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഒന്നുകൂടി. നേരെ ഇപ്പൊ തന്നെ ടയർഡായി. എനിക്ക് വിശക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവിടെ എത്തിയിട്ട് കഴിക്കാം.
നമുക്ക് അവിടെ ന്യൂഡിൽസ് ഒക്കെ ഇല്ലേ? അയ്യോ നല്ല ചോറും മീൻകറിയും വേണം. വേണ്ട, ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കണക്കാം. സോ നമ്മള് എന്താ ഇതിന്റെ പേര്, ലെഡ് വില്ലേനോട് യാത്ര പറയുകയാണ്. ബൈ ബൈ ലെഡ് വില്ലേ, ബൈ ബൈ. നമ്മളിവിടെ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ് ഗൈസ്. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക്. ശമരി പോകുന്നുണ്ട്. താഴുവോ? അത്ര ആവുള്ളൂ. അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ബേബിയെ. കൊള്ളാം. അപ്പ നടന്നു. പറ്റില്ല, ബാലൻസ് വേണം. പിടിക്ക്. ആൾക്കാര് വിചാരിക്കട്ടെ നമുക്ക് ഇപ്പരെ വന്നാണ്. അവർക്കറിയില്ലല്ലോ നമ്മള് മഞ്ഞിങ്ങനെയൊന്നും കണ്ടിട്ട്. ഇവിടുന്ന് ഒരാളില്ലല്ലോടാ, പേടിയാണ്ടിട്ടോ. ഇവിടെ കാടൊക്കെ, കാട് തന്നെയാണ് അത്. ഫോറസ്റ്റ് പുറകിലുള്ള മൗണ്ടൻ നോക്കി. ഓക്കെ ലെറ്റ്സ് ഗോ. എനിക്ക് തണുക്കൽ തുടങ്ങി. എന്റെ മേത്തൊക്കെ ഞാൻ അവിടെ വീണപ്പോ അതൊക്കെ തട്ടിക്കളാം. Oh my God, വിറക്കിട തുടങ്ങി. പോടേട്ടോ. ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ.